തിരുവചന പ്രദീപത്തിൻ്റെ ശ്രോതാക്കളായ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇസ്രയേലിൻ്റെ 6ാമത്തെ പെരുന്നാളായ പാപപരിഹാര പെരുന്നാളിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷത്തിലൊരിക്കൽ ഇസ്രയേലിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിർവഹിക്കപ്പെടുന്ന യാഗം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ടതിൻ്റെ സാദൃശ്യമാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് രക്തം കൊണ്ടുപോയ പാപയാഗത്തിൻ്റെ കാളയെയും കോലാട്ടുകൊറ്റനെയും പാളയത്തിന് പുറത്തു കൊണ്ടുപോകണം. അവയുടെ തോലും മാംസവും ചാണകവും തീയിലിട്ട് ചുട്ടുകളയണം. അവയെ ചുട്ടുകളഞ്ഞവൻ വസ്ത്രമലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ. മഹാപുരോഹിതനായ അഹരോൻ പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഈ ശുശ്രൂഷ വളരെ വിശുദ്ധിയോടുകൂടെ നിർവഹിക്കേണ്ടതാണ്. പാപയാഗത്തിനുള്ള കോലാട്ടുകൊറ്റൻ്റെയും കാളയുടെയും രക്തം തിരശ്ശീലയ്ക്കകത്ത്, അതായത് അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന്മേലും അതിൻ്റെ മുമ്പിലും 7 പ്രാവശ്യം തളിക്കുന്നു. ഇത് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികൾ നിമിത്തവും അവരുടെ സകല പാപവുമായ ലംഘനങ്ങൾ നിമിത്തവും പ്രായശ്ചിത്താർത്ഥം കഴിക്കുന്ന യാഗമാണ്. രക്തം കൃപാസനത്തിൽ തളിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന ഉടലും തോലും മാംസവുമെല്ലാം പാളയത്തിന് പുറത്ത് ചുട്ടുകളയണമെന്നതാണ് വ്യവസ്ഥ. എബ്രായ ലേഖനം 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇതിൻ്റെ പൊരുൾ രേഖപ്പെടുത്തിയിരിക്കുന്നു: മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. യെരുശലേം നഗരത്തിന് പുറത്തുള്ള പാളയം കുഷ്ഠരോഗികളുടെ ആവാസ കേന്ദ്രമാണ്. അവർ അധരം മൂടി അശുദ്ധർ അശുദ്ധർ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെയായിരിക്കുന്നു. നഗരത്തിനുള്ളിൽ നിന്ന് അവർ നിഷ്കാസനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വേണ്ടപ്പെട്ടവരോ ബന്ധുമിത്രങ്ങളോ ഒന്നുമില്ലാതെ ഏകാന്തതയുടെ തടവറയിൽ നീറി കഴിയുന്ന അവസ്ഥ. അവർ കുഷ്ഠരോഗികളായിരിക്കുന്നിടത്തോളം കാലം അവരുടെ വാസം പാളയത്തിന് പുറത്തായിരിക്കണം. അവിടേക്കാണ് നമ്മുടെ കർത്താവ് കടന്നു വന്നത്. എന്തിനു വേണ്ടി? ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുവാൻ വേണ്ടിയല്ല, പ്രത്യുത പാപകുഷ്ഠം ബാധിച്ച് നമ്മോട് ഏകീഭവിക്കുവാൻ, നമ്മുടെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിക്കുവാൻ, പാപത്തിന് പ്രായശ്ചിത്തമാകുവാൻ ക്രിസ്തു പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിച്ചു. തീയിൽ ചുടുക എന്നത് തീയുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതയുടെ തീവ്രത വ്യക്തമാക്കുവാനാണ് തീയിൽ ചുട്ടുകളയണമെന്ന് പറഞ്ഞിരിക്കുന്നത്. തൻ്റേതായ കുറ്റം കൊണ്ടായിരുന്നില്ല ക്രിസ്തു കഷ്ടമനുഭവിച്ചത്. അവൻ പാപം ചെയ്തിട്ടില്ല. അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. പ്രിയരേ, കർത്താവ് നമ്മുടെ പാപവും ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിക്കുന്ന കാഴ്ച നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് കാണുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കാണുവാൻ കഴിയുന്നവർക്ക് മാത്രമേ യഥാർത്ഥമായി കർത്താവിനെ ആരാധിക്കുവാൻ കഴിയൂ. കാൽവറി ക്രൂശിൻ്റെ ദർശനമാണ് നമ്മെ യഥാർത്ഥമായി ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച, നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറിയ, നമ്മുടെ വേദനകളെ ചുമന്ന കർത്താവിനെ നാം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയും ആ നിലയിൽ നമ്മുടെ കർത്താവിന് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് ആരാധിക്കുകയും ചെയ്യുവാൻ കഴിയും. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർപ്പിക്കുന്നതാണ് കർത്തൃമേശ. ഒരു കർത്തൃദിവസമായി ഇന്ന് കർത്തൃമേശയിൽ സംബന്ധിച്ച് ആരാധിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടതയുടെ ഒരു അംശമെങ്കിലും നമുക്ക് ഓർക്കുവാൻ കഴിയണം. നാം ഓരോരുത്തരും അനുഭവിക്കേണ്ട നിന്ദകളും കഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ട് ക്രൂശിൽ കിടന്നുറക്കെ കരയുന്ന ക്രിസ്തുനാഥൻ്റെ രോദനം നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. നരകത്തിൽ നാം അനുഭവിക്കേണ്ട സകല വേദനകളും കഷ്ടതകളും നമുക്ക് വേണ്ടി ക്രൂശിൽ അനുഭവിച്ചു തീർത്ത കർത്താവ് ഇന്നും നമുക്കായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. മരിച്ചവനെങ്കിലും മരണത്തെ ജയിച്ചുയർത്തവനായി സകല മഹത്വത്തിനും യോഗ്യനായി ശ്രേഷ്ഠനായ മഹാനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ കർത്തൃദിവസത്തിൽ അങ്ങയുടെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുവാനും അങ്ങേക്ക് മഹത്വം കരേറ്റുവാനും ഞങ്ങൾക്ക് അവിടുന്ന് അവസരം നൽകിയത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളായിരുന്ന
പാപകുഷ്ഠം നിറഞ്ഞ അവസ്ഥയിൽ ഞങ്ങളുടെ സമീപത്തെ കടന്നു വന്ന് ഞങ്ങളോട് ഏകീഭവിച്ച് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ അനുഭവിച്ച വ്യഥകളെ ഞങ്ങൾ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. അല്പസമയത്തേക്ക് കഷ്ടമനുഭവിച്ചെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. സർവ്വമഹത്വത്തിനും യോഗ്യനായ കർത്താവേ, ഞങ്ങളങ്ങേക്കെല്ലാം മഹത്വം അർപ്പിച്ച് ആരാധിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.